പാലക്കാട് കേരളശ്ശേരി സ്വദേശി രജിത്താണ് ഗൾഫ് പനോരമയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി. രജിത്ത് ദുബായിലൊരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. ഒഴിവുവേളകളിൽ പർവ്വതങ്ങൾ കയറിയിറങ്ങുകയാണ് രജിത്തിൻ്റെ ഹോബി. ആ വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കുന്നതോടെ ആരംഭിക്കുന്നതാണ് രജിത്തിന്റെ അവധി ദിനങ്ങൾ. തലേന്ന് ജോലിക്ക് ശേഷം ഏറെ വൈകി റൂമിലെത്തുന്നതും ഉറങ്ങുന്നതുമൊന്നും അവധി ദിനങ്ങളിലെ ഈ പതിവിന് മാറ്റമുണ്ടാക്കുന്നില്ല. പുലർച്ചെ എണീറ്റ് രജിത്തും സുഹൃത്തുക്കളും യാത്ര ആരംഭിക്കും. അവസാനിക്കുന്നത് റാസൽ ഖൈമയിലെ ഏതെങ്കിലും മലമുകളിലാകും. ട്രക്കിംഗ് അഥവാ മലകയറ്റം ഹോബിയാക്കി മാറ്റിയിരിക്കുകയാണ് പാലക്കാട് കേരളശ്ശേരി സ്വദേശിയായ രജിത്ത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് രജിത്തിന് പർവ്വതാരോഹണം ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. യാത്രകളും പുതിയ സ്ഥലങ്ങളിലെ കാഴ്ചകൾ കാണുന്നതും ഇഷ്ടമുള്ള രജിത്ത് ട്രക്കിംഗ് ആരംഭിച്ചത് സുഹൃത്തുക്കളിൽ ചിലർ നടത്തുന്ന മലകയറ്റ യാത്രകളെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ്. നമുക്ക് ചെറുപ്പത്തിൽ നമ്മൾ നാട്ടിൽ എവിടെയെങ്കിലും പോകുക നമ്മൾ ഏതെങ്കിലും മലയുടെ മേലേക്ക് കയറി പോകാം. അത് അത്രേ നമുക്ക് അറിയുന്നുള്ളൂ അതിനെക്കുറിച്ച്. പിന്നീട് ഈ പറഞ്ഞ നമ്മുടെ മഹേഷ് ഏട്ടൻ, അപ്പോൾ ആള് ഏകദേശം 9 വർഷത്തോളം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇടയ്ക്ക് കാണുമ്പോൾ ആളോടും ചോദിക്കും എപ്പോഴും വിളിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ഹൈക്ക് ഒരു ഗ്രൂപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജബൽ ഷംസിലേക്ക്, ഒമാൻ. അതെന്താ വെച്ചാൽ നമ്മുടെ അറേബ്യൻ പെനിൻസുല ഹയസ്റ്റ് പീക്കാണ്. നമ്മുടെ ഈ ഒമാൻ UAE എല്ലാത്തിലും ഏറ്റവും ഉയരം കൂടി 3000 മീറ്ററോളം ഉയരമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് ഹൈക്കുണ്ട്, പക്ഷേ ബിഗിനേഴ്സിന് പറ്റിയതല്ല. അപ്പോൾ ആൾ പറഞ്ഞു അതിന് മുന്നേ നമ്മളൊരു 14 കിലോമീറ്ററിൻ്റെ ഒരു ഹൈക്ക് ചെയ്യുന്നുണ്ട്, ഒരു ടെസ്റ്റ് എന്നുള്ള പോലെ വന്ന് നോക്ക്, ഓക്കെ ആണെങ്കിൽ ചെയ്യുക പറഞ്ഞു. അങ്ങനെ അതായിരുന്നു ആദ്യത്തെ ഹൈക്ക്. അതൊരു അത്യാവശ്യം UAE ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ഹൈക്കായിരുന്നു. പിന്നെ അത് ഒരു ഞായറാഴ്ച ചെയ്തു. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് സൺഡേയാണ് ഞങ്ങൾ ഒമാനിൽ ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെന്നു, അതും വരെ കൂടെ ചെയ്തു, അതും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഓക്കെ നമുക്ക് പറ്റുമെന്ന് മനസ്സിലായി. ഷാർജയിലെ ഒരു അച്ചടി സ്ഥാപനത്തിൽ ജോലിയാണ് രജിത്തിന്. ഉത്തരവാദിത്വവും തിരക്കും ഏറെയുള്ള ആ ജോലിയിൽ നിന്നും കിട്ടുന്ന ഇടവേളകളാണ് യാത്രയ്ക്കായി രജിത്ത് മാറ്റിവെക്കുന്നത്. ഗൾഫ് മേഖലയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ജബൽ ഷംസ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഫ്രീ സ്റ്റാൻഡിംഗ് മൗണ്ടൻ എന്ന് പേരുകേട്ട ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ എന്നിവിടങ്ങളിലേക്കെല്ലാം രജിത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. 7 ദിവസങ്ങളെടുത്ത ട്രക്കിംഗ് ആയിരുന്നു കിളിമഞ്ചാരോയിലേക്ക്. 5895 മീറ്റർ ഉയരമുള്ള കിളിമഞ്ചാരോ കീഴടക്കിയതാണ് ഇതുവരെയുള്ള പർവ്വതാരോഹണങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് രജിത്ത് പറയുന്നു. കിളിമഞ്ചാരോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് നമ്മൾ പല സോണിൽ കൂടെ കടന്നു പോകുന്നത്. നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ നടക്കുന്നത് റെയിൻ ഫോറസ്റ്റിൽ കൂടെയാണ്. മഴ പെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു റെയിൻ ഫോറസ്റ്റാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത് കയറി ചെല്ലുന്നത് മൂർലാൻഡ് എന്നൊരു ഏരിയയാണ്. അതായത് ഉയരം കുറഞ്ഞ ഈ ചെടികളും അല്ലെങ്കിൽ മരങ്ങളാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഏകദേശം UAE മല കാണുന്ന ഒരു ആൽപൈൻ ഡിസേർട്ട് എന്നുള്ള സോണാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ സമ്മിറ്റിലേക്ക് എത്തുമ്പോൾ അവിടെ മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഞങ്ങൾ ചെന്ന ദിവസം നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞ് അവിടെ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും, ഫ്രഷ് ആയിട്ട് വീഴുന്നത്. മേലെ എത്തുമ്പോൾ ശരിക്കും നമ്മളൊരു ഹിമാലയത്തിൻ്റെ മേലെ ചെന്ന പോലെ. അത് ആഫ്രിക്കയിലാന്ന് പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കില്ല. കാരണം നമ്മൾ വിത്തിൻ 7 ഡേയ്സാണ് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. രണ്ടാമത് എന്താ വെച്ചാൽ ഈ നമ്മുടെ ഗ്ലോബൽ വാർമിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു 15 വർഷം 20 വർഷം കഴിഞ്ഞാൽ കിളിമഞ്ചാരോ മേലെ ഈ പറഞ്ഞ സ്നോ കാണില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബെസ്റ്റ് ടൈം ഇപ്പോഴാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ഇതുവരെ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 50-ലേറെ പർവ്വതങ്ങളുടെ മുകളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് രജിത്ത്. രജിത്തിന്റെ മലകയറ്റ യാത്രകളിൽ മിക്കതും സുഹൃത്തുക്കൾക്കൊപ്പമാണ്. സമാന താല്പര്യങ്ങളുള്ള സുഹൃത്തുക്കളെ ചേർത്ത് മൗണ്ടൻ ഗോഡ്സ് എന്നൊരു ഗ്രൂപ്പിനും തുടക്കം കുറിച്ചിട്ടുണ്ട് രജിത്ത് ഇപ്പോൾ. സഹപാഠിയും സുഹൃത്തുമായ മഹേഷും ഒരുമിച്ചാണ് സംഘം ചേർന്നുള്ള യാത്രകൾ സംഘടിപ്പിക്കുന്നത്. നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്തു. ഗ്രൂപ്പിന്റെ പേര് മൗണ്ടൻ ഗോഡ്സ്. അപ്പോൾ നന്നായിട്ട് പോകുന്നു. ഞങ്ങളിപ്പോൾ റീസെൻ്റ്ലി കിളിമഞ്ചാരോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മളെ ഗ്രൂപ്പിൽ കുറച്ച് ഇതുണ്ട്. പിന്നെ നമ്മൾ ട്രാവൽ ഗ്രൂപ്പാണ്. മെയിനായിട്ട് നമ്മൾ ട്രാവൽസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ പോയിട്ടുണ്ടായിരുന്നു, ജോർജിയ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സൈറ്റ് സീയിങ് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്.
പിന്നെ ഇനി ഒരു യൂറോപ്പ് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫുഡും അവിടുത്തെ എല്ലാതും നമ്മൾ ലോക്കൽ ഫുഡാണ് കഴിക്കുന്നത്. നമ്മൾ വേറെ ഒന്നും നമ്മളിതില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഐറ്റ്നറി ഉണ്ടാക്കി എവിടേക്ക് പോകുന്നത് ലൊക്കേഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. തങ്ങളുടെ യാത്രകളിൽ സസ്റ്റൈനബിൾ ട്രക്കിംഗ് എന്നൊരു ആശയം കൂടി പ്രാവർത്തികമാക്കുന്നുണ്ട് രജിത്തും സുഹൃത്തുക്കളും. തങ്ങൾ ചെന്നെത്തുന്ന ഇടങ്ങളിലെ മാലിന്യങ്ങളെല്ലാം പെറുക്കിയെടുത്ത് വൃത്തിയാക്കിയതിനു ശേഷമാണ് ഇവർ മലയിറങ്ങുക. അങ്ങനെ കേവലം കൗതുകത്തിനും സമയം കളയാനുമല്ലാതെ പ്രകൃതിയെ അറിയാനുള്ള തങ്ങളുടെ യാത്രകളെ ഉത്തരവാദിത്വപൂർണമായ യാത്രകളാക്കി മാറ്റുകയാണ് ഇതിലൂടെ രജിത്തും മൗണ്ടൻ ഗോഡ്സിലെ അംഗങ്ങളും. നമ്മൾ ഹൈക്കിങ് ചെയ്യുമ്പോൾ കുറേ വേസ്റ്റുകൾ കാണാൻ തുടങ്ങി. അപ്പോൾ ആലോചിച്ചു നമ്മളെ കൊണ്ട് പറ്റുന്നതാ അത് എടുത്തിട്ട് പോയി. നമ്മൾ ഇടുന്നില്ല, അത് ഓൾറെഡി ഫസ്റ്റ് മൈൻഡ് സെറ്റാണ്. ഞങ്ങൾ ഗ്രൂപ്പിലും ആരും ചെയ്യില്ല അത്. അപ്പോൾ പിന്നെ ആക്കി മറ്റുള്ളവർ ഇട്ടത് എടുത്തുകൊണ്ടിരാൻ തുടങ്ങി. അങ്ങനെ അത് കുറേ പേർക്ക് കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആവാം, ഇടാതിരിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു 10 ഹൈക്ക് 20 ഹൈക്ക് കഴിഞ്ഞാൽ ആ ട്രെയിൽ ക്ലിയർ ആവും. പിന്നെ ആളുകൾ ഇടാതിരുന്നാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരെണ്ണം കണ്ടാൽ ഞാൻ വിടില്ല, അത് എടുക്കും. ചിലപ്പോൾ ബാഗ് നിറയും, ചിലപ്പോൾ നമ്മുടെ ബാഗിനകത്ത് ഇടും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കവർ വാങ്ങും. എങ്ങനെയെങ്കിലും ഇറക്കും. അത് ഇറക്കിയിട്ട് ചിലത് അവിടെ ഡസ്റ്റ്ബിൻ ഉണ്ടാവും, അവിടെ തന്നെ ഇടും. ഇല്ലെങ്കിൽ നമ്മൾ റൂമിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഡസ്റ്റ്ബിനിൽ ഇടും. ഈ ആശയം പ്രാവർത്തികമാക്കിയതോടെ തങ്ങൾക്ക് പിന്നാലെ അവിടെ എത്തുന്നവർ ഈ ശീലം തുടരുന്നുണ്ടെന്നും രജിത്ത് പറയുന്നു. തങ്ങൾ പോയ സ്ഥലങ്ങളെല്ലാം വരും തലമുറയ്ക്ക് കാണാനും ആസ്വദിക്കാനുമായി നിലകൊള്ളണമെന്ന ചിന്തയാണ് സസ്റ്റൈനബിൾ ട്രക്കിംഗ് എന്ന ആശയത്തിന് പിന്നിലെന്ന് രജിത്ത് പറഞ്ഞു. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയാണ് രജിത്തും കൂട്ടുകാരും ഇനി പ്ലാൻ ചെയ്യുന്നത്. അതിനൊപ്പം UAEയിൽ നിന്നും ഇന്ത്യയിലേക്കൊരു റോഡ് യാത്രയും. യാത്രകൾ ചെയ്തും മലകൾ കയറിയിറങ്ങിയും പ്രകൃതിയെ അറിഞ്ഞ് ജീവിതം ആസ്വദിക്കട്ടെ രജിത്തും കൂട്ടരും. ആശംസകൾ കൂട്ടുകാരെ.